അപ്പൊ നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. ഞാനിപ്പോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. കാരണം ഇപ്പൊ ഈ ഒരു മൺസൂൺ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അതോടൊപ്പം തന്നെ പാമ്പുകളുടെ പ്രജനന സമയമാണ്. പ്രജനന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയം. നിങ്ങൾ വാർത്തകളിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ചില വീടുകളിൽ നിന്ന് അകത്തുനിന്ന് മലമ്പാമ്പിന്റെ കുഞ്ഞുങ്ങൾ, അതുപോലെ മൂർഖന്റെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ മറ്റ് പാമ്പിന്റെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ കാണുന്നത് വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് എല്ലാ വർഷവും ഈ ഒരു സംഭവം നമ്മൾ കാണാറുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രജനന സമയം ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിതിപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ നിന്ന് എൻ്റെ ഒരു ഫോളോവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഷോറൂമിൽ നിന്നോ എന്തോ മറ്റോ സ്ഥാപനത്തിൽ നിന്ന് ഒരു മൂർഖൻ്റെ കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ കണ്ട് ഇവര് എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് ഇവര് വലിയൊരു PVC പൈപ്പ് വെച്ചു. അതിനകത്തേക്ക് കയറി അതിനെ 2 മറ്റേ പേപ്പറൊക്കെ വെച്ച് അടച്ച് റെസ്ക്യൂവറെ വിളിക്കാനായിട്ട് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസവും ഇതുപോലെ കുപ്പിയിൽ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂർഖൻ കുഞ്ഞിനെ. ബക്കറ്റിൽ ഒരു മൂർഖൻ കുഞ്ഞിനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ പറയുന്ന റെസ്ക്യൂ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് ഒരു കാരണവശാലും പൊതുജനങ്ങൾ അനുകരിക്കരുത്. അനുകരിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. മാത്രമല്ല വനം വകുപ്പിന്റെ സർപ്പ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പാമ്പുകളെ ഹാൻഡിൽ ചെയ്യുന്നത് നിയമവിരുദ്ധം കൂടിയാണ്. നിയമത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, മാറി നിന്നോട്ടെ. പക്ഷേ നിങ്ങളുടെ സേഫ്റ്റിയാണ് ഞാൻ ഇതിൽ കൂടുതൽ ഊന്നി പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ റെസ്ക്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചിട്ട് അപകടം വരുന്ന ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും പറയാറുണ്ട്, ഒരു കാരണവശാലും ഇത്തരത്തിൽ നിങ്ങളായിട്ട് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ ശ്രമിക്കരുത്. തൊട്ടടുത്തുള്ള റെസ്ക്യൂറും സർപ്പ ടീമിനെ അല്ലെങ്കിൽ വനം വകുപ്പിനെ അറിയിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള റെസ്ക്യൂർ അവിടെ എത്തും. എത്രയും പെട്ടെന്ന് അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊന്നും പറയാൻ വേണ്ടിയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സർപ്പ ഗ്രൂപ്പുകളിൽ തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് നാട്ടുകാരെ പിടിച്ച് ചാക്കിലാക്കി അല്ലെങ്കിൽ കുപ്പിയിലാക്കി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ചില കേസുകൾ അണലിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന മൂർഖന്റെ കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അത്തരത്തില് ആരും അനുകരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.